ഇന്ന് നമ്മൾ മാത്സിൽ സിമ്പിളായിട്ടുള്ളൊരു പുതിയ ഒരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്, വർക്ക് ആൻഡ് ടൈം. ഈ ഒരു ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ LCM എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് എല്ലാ പ്രോബ്ലംസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. LCM അഥവാ ലസാഗു നമുക്ക് വേഗത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മെത്തേഡ് ഉണ്ട്. മിക്കവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. ജസ്റ്റ് അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പ്രോബ്ലംസ് ഒക്കെ വേഗത്തിൽ ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് പറയാം. 8:24 ഈ രണ്ട് നമ്പറിൻ്റെ LCM അഥവാ ലസാഗു ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മളിങ്ങനെ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റൊക്കെ വരച്ച് 8:24 എഴുതി അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി കണ്ടുപിടിക്കുന്ന രീതിയുണ്ട്. അത് നമ്മൾ സാധാരണ നോർമലായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ അല്ലാണ്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് തന്നിട്ടുള്ള രണ്ട് സംഖ്യകളിൽ നമുക്ക് തന്നിട്ടുള്ള 2 or 3 സംഖ്യകളായാലും എത്രയായാലും അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 8ഉം അതുപോലെ തന്നെ 24 രണ്ട് നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ 24 ഇതിൽ വലിയ സംഖ്യ. ഈ തന്നിട്ടുള്ള വലിയ സംഖ്യയെ നമുക്ക് ചെറിയ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് ആ വലിയ സംഖ്യ ആയിരിക്കും. ഇവിടെ 24. നമുക്ക് 24 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമെന്ന് നോക്കുക. ഇപ്പം നമുക്കറിയാം 8 × 3 = 24. അപ്പോൾ 24 8 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും അല്ലേ? അതായത് നിശേഷം നമുക്ക് 24 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. സോ ഇങ്ങനെയുള്ള കേസുകളാണെങ്കിൽ എന്തായിരിക്കും ആ വലിയ നമ്പർ? അതായത് ഇപ്പോൾ ഇവിടുത്തെ കേസിൽ 24 ആയിരിക്കും തന്ന് ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും LCM എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 15 30 ഇതിൽ വലിയ നമ്പർ ഏതാണെന്ന് നോക്കുക, 30. ഈ 30 നമുക്ക് 15 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക. 30 15 കൊണ്ട് ഹരിച്ചാൽ 2 അല്ലേ? നിശേഷം ഹരിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും LCM ഈ രണ്ട് നമ്പറിൻ്റെ LCM എന്തായിരിക്കും? 30 തന്നെ ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ ആണെങ്കിൽ 8 4 നമുക്കറിയാം 8 നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. സോ LCM ഏതാണ്? 8. ഇനി 2 6 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. സോ LCM ഏതാണ്? 6. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ LCM കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് മറ്റൊരു ടൈപ്പ് എക്സാമ്പിൾ നോക്കാം. 15 10 ഇങ്ങനെയുള്ള രണ്ട് നമ്പർ ഏതെങ്കിലോ? ഇവിടെ നമുക്ക് 15 10 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ സാധിക്കില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 15ൻ്റെ തൊട്ടടുത്ത ഗുണിതം, അതായത് വലിയ സംഖ്യേൻ്റെ തൊട്ടടുത്ത ഗുണിതം എടുക്കുക. അപ്പോൾ 15ൻ്റെ രണ്ടാമത്തെ ഗുണിതം ഏതാണ്? 30. 30 നമുക്ക് 10 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പം ഈ ഒരു കേസിലാണെങ്കിൽ നമുക്ക് 30 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? നെക്സ്റ്റ് ഗുണിതമായ 30 ആയിരിക്കും ഇതിൻ്റെ LCM. രണ്ട് നമ്പർ വന്നിട്ട് നമ്മൾ വലിയ സംഖ്യേനെ നമുക്ക് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ വലിയ നമ്പറിൻ്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കും. അതിൽ പറ്റുമോ നോക്കുക. അതിൽ പറ്റുന്നില്ല തൊട്ടടുത്ത മൾട്ടിപ്പിൾ എടുക്കുക. അങ്ങനെ നമുക്ക് എന്തായാലും 2-3 മൾട്ടിപ്പിളിനുള്ളിലൊക്കെ ആൻസർ എങ്ങനെ കിട്ടും. അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും വർക്ക് ആൻഡ് ടൈമിലൊക്കെ എല്ലാ എക്സാമിനും ചോദിക്കാറ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 8 10 ഇവിടെ നമുക്കറിയാം വലിയ സംഖ്യ 10 ആണ്. 10 കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ അല്ലേ 20 കൊണ്ട് നോക്കും. 20 കൊണ്ട് പറ്റില്ല. പിന്നെ 30 കൊണ്ട് പറ്റില്ല. നെക്സ്റ്റ് 40 കൊണ്ട് എന്താണ് 8 നമുക്ക് നിശേഷം ഹരിക്കാൻ സാധിക്കും. സോ ഇതിൻ്റെ LCM എന്തായിരിക്കും? 8 10ൻ്റെ LCM ഏതായിരിക്കും? 40 ആയിരിക്കും. 8 10ൻ്റെ ഏതായിരിക്കും? 40 ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ 4 10 കൊണ്ട് പറ്റില്ല. 20 കൊണ്ട് നമുക്ക് 4 പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കും. സോ 20 ആയിരിക്കും ഇതെന്ന് ഇവിടുത്തെ LCM. 6 10 കൊണ്ട് പറ്റില്ല. പിന്നെ നമ്മൾ 20 നോക്കി, 20 പറ്റില്ല. 30 നമുക്ക് എന്ത് ചെയ്യാം? 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. സോ 30 ആയിരിക്കും ഇതിൻ്റെ LCM. 8 6 വരുമ്പോൾ എന്ത് വരും? 8 പറ്റില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് 16 വരും. 16 പറ്റില്ല. 16 നടക്കില്ല. പിന്നെ 24 അല്ലേ? 24
സാധിക്കും. 24 6 കൊണ്ട് വെച്ചാൽ 4 വരും. 8 6 എൽ സി എം എന്ത് വരും? 24 വരും. 8 6 എൽ സി എം 24. ഇനി 2 11 11 എന്തായാലും സാധിക്കില്ല. നെക്സ്റ്റ് മൾട്ടിപ്പിൾ 22 22 സാധിക്കും, കാരണം ഇരട്ട സംഖ്യയല്ലേ. അപ്പം 2 11 എന്തായിരിക്കും? 22 ആയിരിക്കും എൽ സി എം. ഇനി 15 12 15 നോക്കാം, 15 ആവില്ല. 30 എടുക്കാം, 30 ആവില്ല. നെക്സ്റ്റ് 45 ആവില്ല. നെക്സ്റ്റ് നമ്പർ 60 എന്താണ്? 12 ഡിവിസിബിൾ ആണ്. സോ 60 ആയിരിക്കും എന്തെന്ന് ഇതിൻ്റെ എൽ സി എം. സോ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പേഴ്സ് തന്നാൽ നമുക്ക് ഈ രീതിയിൽ ചെക്ക് ചെയ്തിട്ട് എൽ സി എം കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി പറയാനുള്ളത് ഇതേ സംഭവം തന്നെ 3 നമ്പേഴ്സ് ഉണ്ട് വിചാരിച്ചു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 15 30 10 ഇങ്ങനെ 3 നമ്പേഴ്സ് ഉണ്ടെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ വലിയ നമ്പർ ആദ്യം എടുക്കുക. വലിയ നമ്പറിൽ ബാക്കിയുള്ള 2 നമ്പറും പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുമെന്ന് നോക്കുക. ഇവിടെയാണെങ്കിൽ നമുക്ക് അറിയാം 15 30 പൂർണ്ണമായിട്ടും പോകും, 2 വരും അല്ലേ. 15 × 2 ആണ് 30. അതുപോലെ 10 × 3 ആണ് 30. അപ്പോൾ രണ്ട് നമ്പേഴ്സിലും നമുക്ക് 30 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ എൽ സി എം എന്തായിരിക്കും? 30 ആയിരിക്കും. ഇനി 8 24 6 സെയിം കേസ് തന്നെയാണ്. 8 കൊണ്ടും 6 കൊണ്ടും നമുക്ക് 24 നമുക്ക് 8 കൊണ്ടും 6 കൊണ്ടും നിശേഷം ഹരിക്കാൻ സാധിക്കും. സോ എൽ സി എം എന്ത് വരും? 24. ഇനി 5 10 30 30 നമുക്ക് 5 ഡിവിസിബിൾ ആണ്, 10 ഡിവിസിബിൾ ആണ്. സോ എൽ സി എം എന്താണ്? 30. ഇനി 6 8 4 ഇവിടെ നമുക്ക് 8 6 ഡിവിസിബിൾ അല്ല, 4 ഡിവിസിബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8ൻ്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് മൾട്ടിപ്പിൾ വരുമ്പോൾ 16 ആവില്ല. 16 നമുക്ക് 6 കൊണ്ട് പൂർണ്ണമായി ഡിവിസിബിൾ അല്ലല്ലോ. നെക്സ്റ്റ് മൾട്ടിപ്പിൾ എടുക്കുക 24. അപ്പോൾ 24 എന്താണ്? 6 ഡിവിസിബിൾ ആണ്, 8 ഡിവിസിബിൾ ആണ്, 4 ഡിവിസിബിൾ ആണ്. അപ്പോൾ എല്ലാം ഡിവിസിബിൾ ആണ്. സോ അപ്പോൾ ഇതിൻ്റെ എൽ സി എം എന്തായിരിക്കും? 24 ആയിരിക്കും. 24. അപ്പം 12 15 10 ഇവിടെ 15 പറ്റില്ല, 30 വരും. 30 പറ്റില്ല. നെക്സ്റ്റ് 45 പറ്റില്ല. 60 അല്ലേ. 60 നമുക്ക് 12 കൊണ്ടും 15 കൊണ്ടും 10 കൊണ്ടും എല്ലാം നിശേഷം ഹരിക്കാൻ സാധിക്കും. സോ ഇവിടുത്തെ എൽ സി എം എന്താണ്? 60. വലിയ സംഖ്യേൻ്റെ മൾട്ടിപ്പിളാണ് നമ്മൾ എടുത്തു നോക്കേണ്ടത്. എല്ലാ കേസിലും വലിയ സംഖ്യേൻ്റെ മൾട്ടിപ്പിൾ എടുത്ത് നോക്കുക മതി. 10 15 20 20 പറ്റില്ല. 40 ചെക്ക് ചെയ്യും. 40 15 പോവില്ല. നെക്സ്റ്റ് 60 അല്ലേ. 60 എന്തായാലും 15 10 20 എല്ലാം പോകും. സോ എൽ സി എം എന്തായിരിക്കും? 60 ആണ്. 4 8 12 2 ഇനി നമുക്ക് 4 നമ്പർ ഉണ്ടെങ്കിലും 5 നമ്പർ ഉണ്ടൊക്കെ ഈ ഒരു മെത്തേഡ് നോക്കിയാൽ മതി. ഇവിടെ ഇപ്പോൾ വലിയ നമ്പർ വരുന്നത് 12 ആണ്. 12 8 പോവില്ലല്ലോ. നെക്സ്റ്റ് മൾട്ടിപ്പിൾ എടുക്കണം 24 എന്താണ്? എല്ലാം പോകും അല്ലേ. 8ഉം 4ഉം 12ഉം 2ഉം എല്ലാം പോകും. സോ ഇവിടുത്തെ എൽ സി എം ഏതാണ്? 24. 6 18 9 വലിയ നമ്പർ 18 ആണ്. 18 9ഉം ഡിവിസിബിൾ ആണ്, 6ഉം ഡിവിസിബിൾ ആണ്. സോ ഡയറക്റ്റ് 18 തന്നെ ആയിരിക്കും എൽ സി എം. ഇനി 5 10 12 ആണ് വരിക. പക്ഷേ 12 5 ഡിവിസിബിൾ അല്ല, 10 ഡിവിസിബിൾ അല്ല. ഇനി 24 ആവില്ല. 36 48 60 അല്ലേ. 60 എന്താണ്? 10 5 12 എല്ലാം ഡിവിസിബിൾ ആണ്. സോ ഇവിടുത്തെ എൽ സി എം എന്താണ്? 60 ആണ്. മാക്സിമം ഒരു 60 വരെയൊക്കെ കൂടുതലായിട്ട് പോകാറുള്ളൂ. അതിനുള്ളിൽ നമുക്ക് എന്തായാലും എൽ സി എം കിട്ടിയിട്ടുണ്ടാവും. ഇനി ഒരു ടൈപ്പ് കൂടി പറയാനുണ്ട്. അതായത് പൊതുഗുണിതങ്ങൾ ഇല്ല എങ്കിൽ നമ്മൾ ഇത് 3ഉം കൂടിയിട്ട് ഗുണിച്ചാൽ മതി. അതായത് പൊതുഗുണിതം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് അതിൻ്റെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണ് 1 ആയിട്ടുള്ള നമ്പേഴ്സ് ആണെങ്കിൽ ആ തന്നിരിക്കുന്ന നമ്പേഴ്സ് തമ്മിൽ പരസ്പരം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൽ മതി. ഉദാഹരണം പറയുകയാണെങ്കിൽ 1 2 3 ഇവിടെ പൊതു ഘടകങ്ങളൊന്നുമില്ല, പൊതു ഗുണിതങ്ങളൊന്നുമില്ല ഈ നമ്പേഴ്സ് തമ്മിൽ. സോ നമ്മൾ എന്ത് ചെയ്യാൽ മതി? അതായത് ഇതിൻ്റെ 3ൻ്റെ HCF എന്താണ്? 1 ആണ്. HCF 1 ആണ്. സോ ഡയറക്റ്റ് ആയിട്ട് 1 × 2 × 3 6 വരും എൽ സി എം. മറ്റേ എക്സാമ്പിൾ നോക്കാം. 4 5 കോമൺ ഗുണിതങ്ങളൊന്നുമില്ല. HCF 1 ആണ് അല്ലേ. 4 × 5 20 അത് തന്നെയായിരിക്കും വന്നത് ഇതിൻ്റെ എൽ സി എം. ഇനി 1 3 5 2 പൊതുഗുണിതങ്ങളില്ല. HCF 1 ആണ് എല്ലാത്തിൻ്റെയും. ഇതിൻ്റെ HCF 1 ആണ്. സോ പരസ്പരം മൾട്ടിപ്ലൈ 1 × 3 3 3 5 15 15 2 30 ആയിരിക്കും എൽ സി എം വരിക. ഇനി 8 9
8 ഇൻറ്റു 9 72 ആയിരിക്കും LCM. 2 7 2 ഇൻറ്റു 7 14 ആയിരിക്കും LCM. സോ അപ്പോൾ ഇങ്ങനെ പൊതുഗുണിതങ്ങൾ ഇല്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് LCM എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തിരി നേരം LCM പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിലേക്ക് വരാം, വർക്ക് ആൻഡ് ടൈം. അത് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഉദാഹരണം, ഒരു എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കെട്ടിടം പണിയാൻ വേണ്ടിയിട്ട് അയാൾക്കൊരു കോൺട്രാക്റ്റ് കിട്ടി, അല്ലേ? ഒരു ചെറിയ കെട്ടിടം പണിയാൻ വേണ്ടി അയാൾക്ക് ചെറിയൊരു കോൺട്രാക്റ്റ് കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ ഒരു കെട്ടിടം പണിയാൻ വേണ്ടിയിട്ട് 30 ദിവസം ആവശ്യമാണ് എന്ന് പറഞ്ഞു. അയാൾക്ക് 30 ദിവസമാണ് ആ ഒരു കെട്ടിടം പണിത് തീർക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതേ കെട്ടിടം തന്നെ മറ്റൊരാളോടും കൂടി ചോദിച്ചു, അല്ലേ? അദ്ദേഹത്തോട് എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു 20, അല്ലേ? 20 ദിവസത്തിനുള്ളിൽ ഞാൻ ആ ഒരു കെട്ടിടം പണിഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഇനി ഇതേ സാധനം തന്നെ മറ്റൊരു കോൺട്രാക്ടറോട് കൂടി ചോദിച്ചു. അപ്പം സെഡ് പറഞ്ഞു എന്തെന്ന്, ഇത് ഞാൻ വെറും 10 ദിവസം കൊണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ 3 പേരും ചെയ്യുന്നത് എന്താണ്? ഒരേ ജോലിയാണ്. ആ ഒരു കെട്ടിടം പണിയുക എന്നുള്ള സെയിം ജോലിയാണ് ഇവർ 3 പേരും ചെയ്യുന്നത്. അതായത് ഇവർ 3 പേരും ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈക്വലാണ്. പക്ഷേ എങ്കിൽ എന്തിലാണ് ഇവർ ഡിഫറൻസ് വരുന്നത്? അതായത് എക്സിന് 30 ദിവസം വേണം, അതേ സാധനം തന്നെ വൈക്ക് 20 ദിവസവും, സെഡിന് 10 ദിവസവും. എന്താണ് ഇങ്ങനെ വന്നതിൻ്റെ കാരണം എന്താണ്? അതായത് ഇവിടെ എന്താണ് മാറുന്നത്? എക്സ് ഇത്രയും ദിവസം അധികം എടുക്കാൻ കാരണം എന്താണ്? അല്ലെങ്കിൽ വൈ ആ ഒരു ദിവസം എടുക്കാൻ കാരണം എന്താണ്? അല്ലെങ്കിൽ സെഡ് ഏറ്റവും കുറച്ച് ദിവസം എടുക്കാൻ കാരണം എന്താണ്? അങ്ങനെ നമ്മൾ ചിന്തിക്കുക, എന്തായിരിക്കും അതിൻ്റെ കാരണം? എക്സിന് ജോലി ചെയ്യാനുള്ള കാര്യക്ഷമത കുറവാണ്. അതായത് നമുക്കിപ്പം ജോലി ചെയ്യാനുള്ള സ്കില്ല് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് കുറയുമ്പോഴാണ് കൂടുതൽ സമയം എടുക്കുന്നത്, അല്ലേ? ഇപ്പം എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? അതുപോലെ തന്നെ വൈക്ക് ഒരു മോഡറേറ്റ് കാര്യക്ഷമതയുണ്ട്, സെഡിനാണെങ്കിലോ നല്ല കാര്യക്ഷമതയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേഗം ആ ഒരു ജോലി ചെയ്തു തീർക്കാൻ സാധിക്കും. ഇതേ കാര്യം നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരാൾ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാളുടെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിരിക്കുന്നത്. കഴിവ് എന്ന് പറയുന്ന സാധനം കൂടുന്തോറും എന്തെന്ന് ജോലി പെട്ടെന്ന് തീർക്കും, അല്ലേ? അതായത് നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജോലി തീർക്കാൻ പറ്റും. ഈ കഴിവ് പറയുന്ന സംഭവം കുറയുമ്പോൾ ജോലി ചെയ്യാനെടുക്കുന്ന സമയം എന്താവും? കൂടും. അപ്പോൾ കഴിവും സമയവും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, അല്ലേ? കഴിവും സമയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള സംഭവമാണ്. കഴിവ് കൂടുന്തോറും എന്തായും? സമയം കുറയും, അല്ലേ? അതേസമയം സമയം കൂടുന്തോറും എന്തായിരിക്കും? കഴിവ് കുറവായിരിക്കും. ഒരാളുടെ ജോലി ചെയ്യാനെടുക്കുന്ന സമയത്തിനെ പ്യുവർലി ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്? അയാളുടെ കഴിവാണ്. ഒരാളുടെ ജോലി ചെയ്യാനെടുക്കുന്ന സമയത്ത് പ്യുവർലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? അയാളുടെ കഴിവാണ്. അയാളുടെ കഴിവിനെ നമ്മൾ പറയുന്ന സംഭവമാണ്, ഇംഗ്ലീഷിൽ പറയുന്നതാണ് എഫിഷ്യൻസി. ഈ കഴിവിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയും? എഫിഷ്യൻസി. അപ്പോൾ ഒരാളുടെ ജോലി ചെയ്യാനുള്ള സമയത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമാണ് കഴിവ്, എഫിഷ്യൻസി, അല്ലേ? അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രമാത്രം ജോലി എത്ര സമയം കൊണ്ട് ചെയ്യുന്നു എന്നതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രമാത്രം ജോലി, വർക്ക് എത്ര സമയം കൊണ്ട് ചെയ്യുന്നു, എത്ര സമയം കൊണ്ട് ചെയ്യുന്നു. അതായത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും. ഓക്കെ, അപ്പം എത്രമാത്രം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രമാത്രം ജോലി വർക്ക് എത്ര സമയം കൊണ്ട് ചെയ്യുന്നു എന്നതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ ടൈം ആയിരിക്കും. വർക്ക് ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും എഫിഷ്യൻസി. അതായത് ഒന്നും കൂടി പറഞ്ഞാൽ, ഇപ്പം നമ്മളെ കെട്ടിടത്തിൻ്റെ കാര്യം തന്നെയാണെങ്കിൽ ആ കെട്ടിടം പണിയണം, അത് എത്രമാത്രം ജോലിയുണ്ട്, അല്ലേ? ഒരു കെട്ടിടം പണിയണം എന്ന് പറയുന്നത് ആ ഒരു വർക്ക് എത്രമാത്രം വർക്ക് ഉണ്ട്, അത് എത്ര സമയം കൊണ്ട് ഒരാൾ ചെയ്തു തീർക്കുന്നു, അതാണ് എന്തെന്ന് അയാളുടെ കഴിവ് അഥവാ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷൻ തന്നെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. എഫിഷ്യൻസി പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും? എഫിഷ്യൻസി ഇൻറ്റു ടൈം ആയിരിക്കും. വർക്ക് എന്താണ്? എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. ടൈം എന്ന് പറഞ്ഞാൽ വർക്ക്
ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആയിരിക്കും. ടൈം എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. നമുക്കിതിൽ ഏറ്റവും വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് അറിയുന്ന സാധനമാണ് ഈ ഒരു ഇക്വേഷൻസ്. അപ്പം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ ടൈം. വർക്കായിരിക്കും ഏറ്റവും കൂടുതൽ, ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൽ വർക്കായിരിക്കും. കാരണം വർക്കാണല്ലോ എപ്പോഴും വലിയ ഒരു വലിയ വർക്ക് ഉണ്ട്, അങ്ങനെ നമ്മൾ പറയുന്നത്. ഒരു വലിയ വർക്ക് ഉണ്ട് അല്ലേ, നമ്മൾ നോർമലായിട്ട് പറയുമ്പോൾ തന്നെ അങ്ങനെ പറയുന്നത്. അപ്പം വർക്ക് എന്ന് പറയുന്നത് വലുതായിരിക്കും, അപ്പം അത് മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉത്തരം മൾട്ടിപ്പിൾ ആയിരിക്കുമല്ലോ, വലിയ നമ്പർ കിട്ടലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ. അപ്പം വലുത് വർക്കാണെന്ന് ഓർമ്മിച്ച് വെച്ചാൽ അത് ഈ ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം, വർക്ക് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം, ടൈം എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി. ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചാൽ മതി, അപ്പോൾ നമുക്ക് 3 ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും. ഇനി ഒരു ചെറിയ ഒരു കാര്യം കൂടി ഇതിൽ നമുക്ക് ഓർമ്മിക്കണം, ഒരു ചെറിയൊരു ഇക്വേഷൻ കൂടി നമുക്ക് ഓർമ്മിക്കണം. ഒരു ചെറിയ കാര്യം കൂടി ഇതിൽ ചെറിയൊരു ഇക്വേഷൻ കൂടി ഓർമ്മിക്കാനുണ്ട്. വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM ആയിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM ആയിരിക്കും. LCM ഓഫ് ടൈം ആയിരിക്കും. ഇതെപ്പോഴും ഓർമ്മിച്ച് വെക്കണം. വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? LCM ഓഫ് ടൈം ആയിരിക്കും. ഇപ്പോൾ ഏത് ചോദ്യത്തിലും നമുക്ക് ജോലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് അവിടെ തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM ആയിരിക്കും എന്തെന്ന്? വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? LCM ഓഫ് ടൈം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് തരൂല. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ടോട്ടൽ എത്ര ജോലി ചെയ്യാനുണ്ട്, എത്ര വർക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് കിട്ടും. വർക്ക് ഈസ് ഈക്വൽ ടു LCM ഓഫ് ടൈം. ഏത് ചോദ്യത്തിലായാലും നമ്മൾ എന്ത് ചെയ്യണം? ഏതൊക്കെ സമയം തന്നിട്ടുണ്ട് ആ സമയത്തിൻ്റെ LCM നമ്മൾ എടുക്കുക. ഇനി വർക്ക് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം. ഇത് രണ്ടും ശരിയായിട്ടുള്ള ഇക്വേഷനാണ്. എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ് വർക്ക്. അതുപോലെ തന്നെ നമുക്ക് ചോദ്യത്തിലാണെങ്കിൽ LCM ഓഫ് ടൈം ആയിരിക്കും വർക്ക് വരിക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പം നമുക്ക് ചോദ്യത്തിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല ഈ ഒരു LCM ഓഫ് ടൈം എന്നുള്ള കാര്യം പറയാൻ കാരണം നമുക്ക് എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എഫിഷ്യൻസി നമുക്ക് ഒരിക്കലും ഒരു ചോദ്യത്തിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയത്തില്ല. ഇപ്പം നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു കെട്ടിടം പണിയാണ്. അപ്പം നീരജ് പറയുന്ന ഒരു വ്യക്തിക്ക് 5 കഴിവുണ്ട്, അല്ലെങ്കിൽ ശരത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് 6 കഴിവുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തരില്ല അല്ലേ, ചോദിക്കില്ല. കഴിവ് എന്ന് പറയുന്ന സംഭവം ഒരിക്കലും എന്നില്ല റിയൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചോദ്യത്തിലായാലും ഒരാൾക്ക് ഇത്ര കഴിവുണ്ട്, 8 കഴിവുണ്ട്, ഒരാൾക്ക് 10 കഴിവുണ്ട്, അങ്ങനെ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ പറയില്ല. കഴിവ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തരില്ല. അതുകൊണ്ട് നമ്മൾ വർക്ക് എപ്പോഴും എന്തായിട്ട് ചെയ്യണം? വർക്ക് നമ്മൾ LCM ഓഫ് ടൈം എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. LCM ഓഫ് ടൈം എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം, നമ്മളോട് മിക്കവാറും ക്വസ്റ്റ്യനിൽ സമയമായിരിക്കും നമ്മളോട് ചോദിക്കുക, സമയമായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പോൾ ടൈം എന്ന് കണ്ടുപിടിക്കേണ്ടി വന്നാൽ ടൈം എപ്പോഴും എന്താണ്? വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. ടൈം എന്താണ്? വർക്ക് ബൈ എഫിഷ്യൻസിയാണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും ബാക്കി കാര്യങ്ങൾ. അപ്പം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വർക്ക് എന്ന് പറയുന്നത്, ഈ ജോലി എന്ന് പറയുന്ന സംഭവം എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. ഇപ്പം നമുക്കൊരു കെട്ടിടം പണിയണം എന്നുള്ളൊരു വർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു കെട്ടിടം പണിയുന്ന സംഭവം ഇനി ആര് ചെയ്താലും, ഇപ്പം X അല്ലെങ്കിൽ Y അല്ലെങ്കിൽ Z അങ്ങനെ ആര് വന്ന് ചെയ്താലും കെട്ടിടം പണിയണം എന്നുള്ള ആ വർക്ക് എപ്പോഴും തന്നെയാണ് സെയിം ആണ്. അവിടെ എന്ത് മാറുന്നില്ല? വർക്ക് ഒരിക്കലും മാറുന്നില്ല. മാറുന്നത് അവരുടെ എഫിഷ്യൻസിയും അതിനനുസരിച്ചുള്ള ടൈമും മാത്രമാണ് മാറുക. ഓക്കെ, അപ്പോൾ ഒരു ജോലി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനമായിരിക്കും. ഇപ്പം നമുക്കൊരു മുറി പെയിൻ്റ് അടിക്കണം, അതിപ്പം ഞാൻ ചെയ്താലും അല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് ചെയ്താലും അവിടെ ചെയ്ത് തീർക്കാനുള്ള ജോലി എന്ന് പറയുന്നത് എന്താണ്? ആ മുറി പെയിൻ്റ് അടിക്കുക എന്നുള്ള ജോലി തന്നെയല്ലേ. അപ്പം വർക്ക് എന്ന് പറയുന്ന സാധനം എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടി പെയിൻ്റ് അടിച്ചാലും എന്താണ്? സെയിം. അവിടെ വർക്ക് എന്താണ്? ആ ഒരു റൂം പെയിൻ്റ് അടിക്കുക എന്നുള്ള വർക്ക് സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം അതൊന്ന് ഓർമ്മിച്ച് നോക്കുക, വർക്ക് എപ്പോഴും സെയിം ആണ്. ഇനി നമ്മൾ ടൈം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വർക്ക് ബൈ എഫിഷ്യൻസിയാണ് വരിക. ഈ എഫിഷ്യൻസി നമ്മൾ കൊടുക്കുമ്പം എന്ത് കൊടുക്കണം? എഫിഷ്യൻസിയുടെ സ്ഥാനത്ത് എന്ത് നമ്മൾ കൊടുക്കണം? ആരാണോ ആ ഒരു വർക്ക് ചെയ്യുന്നത് അവരുടെ കഴിവ് വേണം നമ്മൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആരാണോ ആ ഒരു വർക്ക് ചെയ്യുന്നത് അവരുടെ കഴിവ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു സമയം കാണാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ കഴിവിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? എൻ്റെ ഒരു കഴിവാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി 2 പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് പറയുന്നുണ്ടെങ്കിൽ ആ 2 പേരുടെയും കഴിവ് നമ്മൾ അവിടെ കൊടുക്കണം. ഇനി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വ്യക്തമാവും. ഫസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് പോവാം.
ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കണം, എന്നാലേ മനസ്സിലാവും. മനുവിന് ഒരു ജോലി ചെയ്യാൻ 10 ദിവസം വേണം. അനുവിന് അത് ചെയ്തു തീർക്കാൻ 15 ദിവസം വേണം. എങ്കിൽ രണ്ടുപേരും ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് പറയുന്നത്? ചോദ്യം നമ്മൾ ശരിക്കും വായിക്കുക. മനു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് 10 ദിവസം ആവശ്യമുണ്ട്. അതേസമയം അതേ ജോലി തന്നെ അനുവിന് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് 15 ദിവസം വേണം. ഇപ്പം നമുക്ക് ആ ചോദ്യം വായിക്കുന്നതന്നെ മനസ്സിലായി ആർക്കാണ് കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും ചെറിയ സമയം കൊണ്ട് ചെയ്തു തീർക്കുന്നവർക്കായിരിക്കും കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവുക. അപ്പോൾ മനുവിനായിരിക്കും ഇവിടെ കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവുക. അത് മനുവിൻ്റെ എഫിഷ്യൻസിനേക്കാളും കുറവാണ് അനുവിൻ്റെ എഫിഷ്യൻസി. അതിപ്പോൾ നമ്മൾ നോക്കണ്ട, ഞാൻ ജസ്റ്റ് ചോദ്യം വായിക്കുമ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നാൽ ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജോലിയാണ്. എത്ര ജോലിയാണ് ചെയ്ത് തീർക്കാനുള്ളത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എത്ര സമയം ആവശ്യമുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കുക. മനു എം നേരിട്ടുണ്ട്. മനുവിന് 10 ദിവസം വേണമെങ്കിൽ അനുവിന് എത്ര ദിവസം വേണം? 15 ദിവസം വേണം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സമയം ഏതൊക്കെയാണ്? 10, 15. 10, 15. ഈ തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ ചെയ്യാനുള്ള ആകെ ടോട്ടൽ ജോലി കിട്ടും. LCM കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞു. തന്നിരിക്കുന്ന നമ്പറിൽ ഏറ്റവും വലിയ നമ്പർ നോക്കുക. 15ൽ 10 ഡിവിസിബിൾ അല്ല. സോ നമ്മൾ അതിനെ നെക്സ്റ്റ് മൾട്ടിപ്ലൈ 30ലേക്ക് മൂവ് ചെയ്യും. 30ൽ 10 ഡിവിസിബിൾ ആണ്. സോ ഇതിന്റെ LCM എന്ന് പറയുന്നതാണ് 30. ഈ കിട്ടിയ 30 എന്താണ് ശരിക്കും ഇവിടുത്തെ ടോട്ടൽ ജോലിയാണ് 30. ഇവിടുത്തെ ടോട്ടൽ ജോലിയാണ് 30 നമുക്ക് ഇവിടെ കിട്ടിയത്. ഇനി ഈ ജോലി മനു ചെയ്താലും 30ആണ്, അനു ചെയ്താലും 30ആണ്. അതായത് നമുക്ക് ഇവിടുത്തെ ടോട്ടൽ വർക്കാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത് 30. ടോട്ടൽ വർക്കാണ് 30. ഇനി ഇപ്പം അനു ചെയ്താലും 30 ജോലി ചെയ്യണം, മനു ഒറ്റയ്ക്ക് ചെയ്താലും ഇത് 30 ജോലി ചെയ്യണം. ഓക്കെ, അതിന്റെ കാരണം എന്താണ്? കാരണം ജോലി എന്ന് പറയുന്ന സംഭവം നമ്മൾ ഓൾറെഡി പറഞ്ഞു എപ്പോഴും എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. ജോലി മാറുന്നില്ല. ആര് ചെയ്താലും ജോലി മാറുന്നില്ല, ജോലി കോൺസ്റ്റന്റ് ആണ്. നമുക്ക് കിട്ടി ജോലി, നമുക്ക് സമയവും തന്നിട്ടുണ്ട് അല്ലെ? സമയവും അനുവിന് ചെയ്യാൻ ആവശ്യമുള്ള സമയവും മനുവിന് ചെയ്യാൻ ആവശ്യമുള്ള സമയമൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇവരെ രണ്ടാളെയും എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കഴിവ് അല്ലെ? ഇവർ രണ്ടുപേരുടെയും കഴിവ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. വർക്ക് ഡിവൈഡ് ബൈ ടൈം ആണ് അല്ലേ? വർക്ക് ഡിവൈഡ് ബൈ ടൈം ആണ് എഫിഷ്യൻസി. ഇവിടുത്തെ വർക്ക് 30 ആണ്. മനുവിൻ്റെ ടൈം 10 ആണ്. സോ 30/10 3 എന്തെന്ന് മനുവിൻ്റെ എഫിഷ്യൻസി. അതേസമയം അനുവിൻ്റെ ആണെങ്കിൽ 30/15 2 എന്തെന്ന് അനുവിൻ്റെ എഫിഷ്യൻസി. അപ്പം മനുവിൻ്റെ എഫിഷ്യൻസി 3, അനുവിൻ്റെ എഫിഷ്യൻസി 2. ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇക്വേഷൻ എഴുതി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ LCM കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക? 10 30 ആവാൻ വേണ്ടിയിട്ട് 3 കൊണ്ട് ഗുണിക്കണം അല്ലേ? 10 30 ആകാൻ വേണ്ടിയിട്ട് 3 കൊണ്ട് ഗുണിക്കണം. അതുപോലെ 15 30 ആകാൻ വേണ്ടി എത്ര കൊണ്ട് ഗുണിക്കണം നോക്കിയാൽ മതി. LCM കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 10 30 ആവാൻ 3 കൊണ്ട്, 15 30 ആവാൻ 2 കൊണ്ട്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇപ്പം മനുവിൻ്റെ കഴിവ് 3 കിട്ടി, അനുവിൻ്റെ കഴിവ് 2 കിട്ടി. മനുവിൻ്റെ കഴിവ് 3 കിട്ടി, അനുവിൻ്റെ കഴിവ് 2 കിട്ടി. അപ്പോൾ മനുവിനും അനുവിനും കൂടി ചേർന്ന് എത്ര കഴിവുണ്ടാവും? 3 + 2 5 കഴിവ്. 5 കഴിവ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അവർക്ക് 5 ജോലി വരെ എടുക്കാൻ പറ്റും. രണ്ടുപേരും കൂടി ചെയ്താൽ ഒരു ദിവസം കൊണ്ട് 5 ജോലി വരെ അവർക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കും. അപ്പോൾ രണ്ടുപേരും ചേർന്ന് ജോലി ചെയ്താൽ എത്ര സമയം എടുക്കുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ രണ്ടുപേരും ചേർന്നെടുക്കുന്ന സമയം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? സമയം അല്ലെങ്കിൽ ടൈം = വർക്ക് ബൈ എഫിഷ്യൻസി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എഫിഷ്യൻസി സ്ഥാനത്ത് 2 പേരുടെ എഫിഷ്യൻസി ഇവിടെ കൊടുക്കണം. ഇവിടെ സമയം കിട്ടാൻ വേണ്ടി നമ്മൾ 2 പേരുടെയും ടോട്ടൽ സമയം നമുക്ക് വേണ്ടത്. 2 പേരും ഒരുമിച്ച് ചെയ്യാനെടുക്കുന്ന സമയം ചോദിക്കുന്നത്. അപ്പം ഇവിടെ എഫിഷ്യൻസിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 2 പേരുടെയും ടോട്ടൽ എഫിഷ്യൻസിയാണ് കൊടുക്കണം. അപ്പം 5 കൊടുക്കണം. നമുക്ക് ചെയ്തെടുക്കാനുള്ള വർക്ക് 30 അല്ലേ? 30 / 5 6 ദിവസം. ഇവർ 2 പേരും ഒരുമിച്ചാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 6 ദിവസം. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറയാം. മനുവിന് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് 10 ദിവസം വേണം. അനുവിന് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് 15 ദിവസം വേണം. തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM എടുക്കുക 30. ഇതാണ് നമ്മളെ ഇവിടുത്തെ ടോട്ടൽ ജോലി. ഇനി ഇവിടുന്ന് നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. മനുവിൻ്റെ എഫിഷ്യൻസി 10 × 3. 10 × എത്രയാണ്? 30. ഓക്കെ, 3 30.
ഇതാണ് മനുവിൻ്റെ എഫിഷ്യൻസി. ഇവിടെ 15 × 2 30, 2 അനുവിൻ്റെ എഫിഷ്യൻസി. രണ്ടുപേരുടെ എഫിഷ്യൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എഫിഷ്യൻസി എന്ത് കിട്ടും? 3 + 2 5. അപ്പം ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്താൽ ഒരു ദിവസം 5 ജോലി വരെ ചെയ്യാൻ പറ്റും. 2 ദിവസം കൊണ്ട് 10 ജോലി, 3 ദിവസം കൊണ്ട് 15, 4 ദിവസം കൊണ്ട് 20, 5 ദിവസം കൊണ്ട് 25, 6 ദിവസം 30. അപ്പം 6 ദിവസം ആകുമ്പോഴേക്ക് ഇവർ ടോട്ടൽ ജോലി തീർക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ടോട്ടൽ ടൈം അത് നമ്മളോട് ഇപ്പം ഇവിടെ ചോദിച്ചത് രണ്ടുപേരും കൂടിയിട്ട്. അപ്പം എന്താണ് ടോട്ടൽ ജോലി ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി 30/5 6. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, ഇനി 2 എക്സാമ്പിളും കൂടി ഇതേപോലത്തെ പാറ്റേൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഫുള്ളായിട്ട് ക്ലിയർ ആവും. നോക്കുക, രാമു ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. അപ്പം രാമു ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. അതേ ജോലി രവി ചെയ്തിനെങ്കിൽ രവി ഇതേ ജോലി രവിയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. രവിക്ക് 6 ദിവസം വേണം എങ്കിൽ രണ്ടുപേരും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് ടോട്ടൽ ഇവിടെ എത്ര ജോലി ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്താക്കണം, നമുക്ക് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM എടുക്കുക. 3 × 6 LCM എങ്ങനെ എടുക്കും? നമ്മൾ ഫസ്റ്റ് വലിയ നമ്പേഴ്സിൽ ചെറിയ നമ്പർ ഡിവിസിബിൾ ആണ് നോക്കണം. ഇവിടെ 6ഉം 3ഉം ആയതുകൊണ്ടതാണ് 6 ഡിവിസിബിൾ ആണ്. സോ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 6 തന്നെയാണ്. ഇനി നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. രാമിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും? 3 × 2 അല്ലേ, 6. അപ്പോൾ 2 ആയിരിക്കും റാമിൻ്റെ എഫിഷ്യൻസി. രവിൻ്റെ എഫിഷ്യൻസി 1 ആയിരിക്കും അല്ലേ, 6 × 1 6. രാമുവിൻ്റെ എഫിഷ്യൻസി 2, രവിൻ്റെ എഫിഷ്യൻസി 1. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എന്താണ്? 2 + 1 3 ടോട്ടൽ എഫിഷ്യൻസി. അതായത് രാമുവും രവിയും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 3 ജോലി വരെ അവർക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും. അതിനാണ് നമുക്ക് വേണ്ടത് അവർക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇപ്പം നമുക്ക് കിട്ടും ഒരു ദിവസം കൊണ്ട് 3 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് അവർ എന്ത് ചെയ്യും? 6 ജോലി ചെയ്യും. സോ ആൻസർ എന്ത് വരും? 2 ദിവസം, ഓപ്ഷൻ സി. ഇനി ഇക്വേഷൻ 8 ചെയ്യണമെങ്കിൽ ടൈം എന്ന് പറയുമ്പോൾ എന്ത് വരും? ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ എഫിഷ്യൻസി. ടോട്ടൽ എഫിഷ്യൻസി. സോ അപ്പം ടോട്ടൽ വർക്ക് എന്താണ്? 6 ആണ്. ടോട്ടൽ എഫിഷ്യൻസി 3 വരും. അപ്പോൾ 6 / 3 2. വളരെ സിമ്പിളാണ്. മറ്റൊരു എക്സാമ്പിൾ, ദീപു ഒരു ജോലി 20 ദിവസം കൊണ്ടും അലൻ അതേ ജോലി 60 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. രണ്ടുപേരും ഒരുമിച്ച് ആ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ജോലി അവസാനിക്കും? ഒന്നുമില്ല, നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ ജോലി എത്രയുണ്ട് കണ്ടുപിടിക്കണം. അതിൽ LCM എടുക്കുമ്പോൾ 60 ൽ 20 ഡിവിസിബിൾ ആണ്. സോ 60 തന്നെ ആയിരിക്കും ടോട്ടൽ ജോലി. ഇനി 20 × 3 ആണ് 60, 60 × 1 ആണ് 60. സോ എന്ത് ചെയ്തു? നമുക്ക് ടോട്ടൽ എഫിഷ്യൻസിയും കിട്ടി അല്ലേ. ദീപുവിൻ്റെത് 3ഉം അലൻ്റെത് 1ഉം, 3 1 4 ആണതെന്ന് ടോട്ടൽ എഫിഷ്യൻസി. അങ്ങനെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ടൈം അല്ലേ. ടൈം എന്ന് പറയുമ്പം ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി. 60/4 എന്ത് വരും? 15. 60/4 15. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. ടൈം ആൻഡ് വർക്ക് എന്നിട്ട് പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ടൈപ്പാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ അപ്പോൾ ശരിക്കും വായിക്കുക, അതിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. എ ഒരു ജോലി 15 ദിവസം കൊണ്ടും ബി അതേ ജോലി 12 ദിവസം കൊണ്ടും സി അത് 20 ദിവസം കൊണ്ടും തീർക്കുന്നുവെങ്കിൽ എയും ബിയും സിയും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? ഇപ്പോൾ ഇവിടെ ആകെ വ്യത്യാസം നേരത്തെ 2 ആൾ തന്നത് ഇവിടെ 3 ആളായി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എ ഒരു ജോലി 15 ദിവസം, ബി ഒരു ജോലി 12 ദിവസം, സി ഒരു ജോലി 20 ദിവസം. ഇതിൻ്റെ 3ൻ്റെ LCM എടുത്താൽ വലിയ നമ്പർ 20 ആണ്. 20 പോവില്ല. നെക്സ്റ്റ് 40 വരും. 40 പോവില്ല. നെക്സ്റ്റ് 60 വരും. അപ്പോൾ 60 3ഉം പോവും അല്ലേ. 15ഉം പോയി, 12ഉം പോയി, 20ഉം പോയി. സോ LCM 60 ആണ്. സോ നമുക്കിവിടെ ടോട്ടൽ ജോലി എന്താണ്? 60. ടോട്ടൽ വർക്ക് നമുക്കിവിടെ കിട്ടി. ഇനി എഫിഷ്യൻസി ഇതിൽ എൻ്റെയും ബിൻ്റെയും സിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ 15 × 4 ആണ് 60, 12 × 5 ആണ് 60, 20 × 3 ആണ് 60. അപ്പോൾ അനുവിൻ്റെ എഫിഷ്യൻസി എൻ്റെ എഫിഷ്യൻസി 4, ബിൻ്റെ എഫിഷ്യൻസി 5, സിൻ്റെ എഫിഷ്യൻസി 3. നമ്മൾ ചോദിച്ചിട്ടുള്ളത് എയും ബിയും സിയും ചേർന്നാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നതാണ്. അപ്പോൾ ടോട്ടൽ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ്? വർക്ക് ബൈ എഫിഷ്യൻസി, ടോട്ടൽ എഫിഷ്യൻസി. പിന്നെ 3 പേര് എഫിഷ്യൻസി വേണം, കാരണം 3 പേര് ഒരുമിച്ചാണ് ജോലി ചെയ്യാൻ പോകുന്നത്. ഇനി അപ്പോൾ ടോട്ടൽ വർക്ക് എപ്പോഴും 60 ആണ്. 60 / 4ഉം 5ഉം 9ഉം 3ഉം 12 വരും. അപ്പോൾ 60 / 12 എന്ത് വരും? 5 ദിവസം. അപ്പം ഇവർ 3 പേര് ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് മതി? 5 ദിവസം കൊണ്ട് ആ ഒരു ജോലി ചെയ്തു തീർക്കാൻ സാധിക്കും.
ഇതിലിപ്പം ഈ ഒരു ടൈപ്പിലൊന്നുമില്ല. നമ്മൾ നേരത്തെ 2 പേജേഴ്സാണ് 3 പേരാക്കി. അപ്പോൾ നമ്മൾ LCM എടുക്കുമ്പോൾ ഇതിൻ്റെ 3ൻ്റെ LCM എടുക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ സമയം എടുക്കുമ്പോൾ നമ്മളെപ്പോഴും എഫിഷ്യൻസി എടുക്കുമ്പോൾ നമ്മളെപ്പോഴും 3 പേരുടെ എഫിഷ്യൻസി ഒരുമിച്ച് എടുക്കണം. കാരണം ചോദ്യത്തിൽ എയും ബിയും സിയും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുന്നതാണ്. ഇനി ചിലപ്പം ഇൻ കേസിൽ ബിയും സിയും മാത്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെടുത്താൽ മതി, നമ്മളിവിടെ എഫിഷ്യൻസി എടുക്കുമ്പോൾ ബിൻ്റെയും സിൻ്റെയും മാത്രം എഫിഷ്യൻസി എടുത്ത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ചോദ്യം എപ്പോഴും കൃത്യമായിട്ട് വായിക്കണം, അല്ലെങ്കിൽ മാർക്ക് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഒരു ജോലി 4 ദിവസം കൊണ്ടും എ 4 ദിവസം കൊണ്ടും ബി അതേ ജോലി 5 ദിവസം കൊണ്ടും സി അത് 20 ദിവസം കൊണ്ടും തീർക്കുന്നുവെങ്കിൽ എയും ബിയും സിയും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ആ ഒരു ജോലി തീർക്കും? സെയിം ക്വസ്റ്റ്യൻ ആണ്. 4ഉം 5ഉം 20ഉം LCM വലിയ നമ്പർ നോക്കും. 20ൽ 4ഉം 5ഉം ഡിവിസിബിൾ ആണ്. സോ LCM എന്ത് തന്നെയാണ്? 20 തന്നെയാണ്. ഇനി 4 × 5 ആണ് 20, 5 × 4 20 × 1 20. സോ എന്റെ എഫിഷ്യൻസി 5, ബിൻ്റെ എഫിഷ്യൻസി 4, സിൻ്റെ എഫിഷ്യൻസി 1. ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? അപ്പം 10. നമുക്ക് ടോട്ടൽ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ടോട്ടൽ വർക്ക് 20 ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി 10 എന്ത് വരും? 2. സോ എയും ബിയും സിയും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് മതി? 2 ദിവസം മതി ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ചെറിയൊരു വ്യത്യാസമുണ്ട്, ശരിക്കും വായിച്ചു നോക്കുക. പ്രകാശനും രമേശനും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. ഇപ്പം ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 2 പേര് ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് തീർക്കുന്നുള്ള കാര്യമാണ് തന്നിട്ടുള്ളത്. അപ്പം പ്രകാശനും രമേശനും ഒരുമിച്ചാണ് ജോലി 12 ദിവസം കൊണ്ട് തീർക്കുന്നത്. ഇനി പ്രകാശം മാത്രമാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ 30 ദിവസം കൊണ്ടാണ് തീർക്കുക. പ്രകാശം മാത്രമാണെങ്കിൽ 30 ദിവസം കൊണ്ടാണ് തീർക്കുക. എങ്കിൽ രമേശൻ മാത്രം ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? ഓക്കെ, ഇനിയിപ്പം ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ മാറി വന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന സമയം ചെയ്യുക, അതിൻ്റെ LCM എടുക്കുക, ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് ചോദ്യം നോക്കുമ്പോൾ പ്രകാശൻ പ്ലസ് രമേശൻ അല്ലേ, പ്രകാശനും രമേശനും ചേർന്നെടുക്കുന്നുള്ള സമയമാണ് നമുക്ക് തന്നിട്ടുള്ളത് 12 തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നീട് പ്രകാശൻ മാത്രം ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ 30 ദിവസം എടുക്കുന്നു 12. അപ്പോൾ ഇതിൻ്റെ LCM എടുക്കുക, ഇതിൻ്റെ 2ൻ്റെ LCM എടുക്കുക. 30ൽ പോവില്ല. നെക്സ്റ്റ് 60ൽ ഓക്കെയാണ്. അപ്പോൾ 60ആണ് LCM വരിക. അപ്പം 12 × 5 60, 30 × 2 60. സോ നമുക്കിവിടെ കിട്ടിയ 5 എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പ്രകാശൻ്റെയും രമേശൻ്റെയും 2 പേരുടെയും കൂടിയിട്ടുള്ള എഫിഷ്യൻസിയാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ 5 എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശൻ്റെയും രമേശൻ്റെയും 2 പേരുടെയും കൂടിയുള്ള എഫിഷ്യൻസിയാണ് 5. ഇവിടെ നമുക്ക് കിട്ടിയ 2 എന്താണ്? പ്രകാശിൻ്റെ മാത്രം എഫിഷ്യൻസിയാണ്. അപ്പോൾ പ്രകാശിൻ്റെ മാത്രം എഫിഷ്യൻസി 2, അതായത് ഒരു ദിവസം കൊണ്ട് 2 ജോലി പ്രകാശം ചെയ്യുന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രകാശിൻ്റെ എഫിഷ്യൻസി 2 ആണെങ്കിൽ ഇവിടെ 2 പേരുടെ എഫിഷ്യൻസി 5 ആണെങ്കിൽ രമേശൻ്റെ മാത്രം എഫിഷ്യൻസി എത്രയായിരിക്കും? രമേശൻ്റെ മാത്രം എഫിഷ്യൻസി എന്തായിരിക്കും? 3 ആയിരിക്കില്ലേ? രമേശൻ്റെ മാത്രം എഫിഷ്യൻസി എന്തായിരിക്കും? 3 ആയിരിക്കും. നമ്മുടെ ചോദ്യത്തിൽ എന്താ ചോദിച്ചത്? രമേശൻ മാത്രം ആ ജോലി ചെയ്ത് എത്ര ദിവസം കൊണ്ട് തീർക്കുന്നതാണ്. അപ്പോൾ രമേശൻ ഒറ്റയ്ക്ക് ആ ജോലി ചെയ്ത് തീർക്കാനുള്ള സമയം നമ്മൾ എങ്ങനെ പിടിക്കും? രമേശൻ ചെയ്ത് നിൽക്കുന്ന സമയം കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ജോലി ഡിവൈഡ് ബൈ രമേശൻ്റെ എഫിഷ്യൻസി. രമേശൻ്റെ എഫിഷ്യൻസി എത്രയാണ്? ഇവിടെ 3 ആണ്. 60 ഡിവൈഡ് ബൈ 3 20. അങ്ങനെ 20 ദിവസം വേണ്ടി വരും. രമേശൻ ഒറ്റയ്ക്കാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ 20 ദിവസം വേണ്ടി വരും. ഓപ്ഷൻ ഡി ആണ് വരിക. ഒന്നും കൂടി പറയാം, നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് പ്രകാശനും രമേശനും ഒരുമിച്ചെടുക്കുന്ന സമയമാണ് തന്നിട്ടുള്ളത്. പിന്നീട് പ്രകാശൻ മാത്രം ആ ജോലി തീർക്കാനുള്ള സമയവും തന്നു. ഈ 2 സമയം വെച്ച് നമ്മൾ ടോട്ടൽ അതിൻ്റെ LCM എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ജോലി ലഭിക്കും. ടോട്ടൽ ജോലി ഇവിടെ 60 കിട്ടി. പിന്നീട് നമ്മൾ പ്രകാശിൻ്റെയും രമേശിൻ്റെ എഫിഷ്യൻസിയും പ്രകാശിൻ്റെ മാത്രം എഫിഷ്യൻസി നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. അപ്പം പ്രകാശിനും രമേശിൻ്റെ എഫിഷ്യൻസി 5 ആണെങ്കിൽ പ്രകാശിൻ്റെ മാത്രം 2 ആണ്. അങ്ങനെയാണെങ്കിൽ രമേശിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും? 5 - 2 3 ആയിരിക്കില്ലേ? സോ നമുക്ക് രമേശിൻ്റെ സമയം കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ വർക്ക് 60 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഡിവൈഡ് ബൈ രമേശിൻ്റെ എഫിഷ്യൻസി എന്താണ്? 3. സോ 60/3 20 ദിവസം വേണ്ടി വരും. രമേശൻ ഒറ്റയ്ക്ക് ചെയ്തെടുക്കാൻ വേണ്ടി 20 ദിവസം വേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയും ബിയും ചേർന്ന് ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അപ്പം എയും ബിയും ഒരുമിച്ച് 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എ ഒറ്റയ്ക്ക് അത് 9 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അതായത് എ ഒറ്റയ്ക്കാണെങ്കിൽ 9 ദിവസം ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കും? നമ്മൾ നേരത്തെ കഴിഞ്ഞ ചെയ്ത അതേ ക്വസ്റ്റ്യനാണ്. എയും ബിയും ചേർന്നിട്ട് 6 ദിവസം, എ ഒറ്റയ്ക്ക് 9 ദിവസം. സോ
ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കും 6 9 ആണ്. 9 പോവില്ല. നെക്സ്റ്റ് 18 അല്ലേ, 18 ഓക്കെ ആണ്. സോ 18 LCM വരിക. അപ്പം 6 × 3 18, 9 × 2 18. സോ എയും ബിയും ചെയ്തിട്ടുള്ള എഫിഷ്യൻസിയാണ് 3. എയും ബിയും ചെയ്തിട്ടുള്ള എഫിഷ്യൻസിയാണ് ഇവിടെ നമുക്ക് 3 കിട്ടിയത്. നമ്മൾ ഇവിടെ ഏത് സമയം എടുക്കുന്നോ അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് ഇവിടെ ലഭിക്കുക. സോ എയും ബിയും ചെയ്യുന്ന 3 ആണ്. എൻ്റെ മാത്രം അതിൽ 2 ആണ്. സോ എന്തായിരിക്കും ബീൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ വെച്ചാൽ ഇത് രണ്ടും തമ്മിൽ കുറച്ചാൽ പോരെ. 3 - 2 1 അല്ലേ. ബീൻ്റെ എഫിഷ്യൻസി നമുക്ക് എന്ത് കിട്ടി? ബീൻ്റെ മാത്രം എഫിഷ്യൻസി 1 കിട്ടി. സോ ബി ഒറ്റയ്ക്ക് ചെയ്യാനുള്ള സമയം എന്ത് വരും? ടോട്ടൽ വർക്ക് ഇവിടെ എന്താണ്? 18 ഡിവൈഡ് ബൈ ബീൻ്റെ എഫിഷ്യൻസി 1 ആണ്. സോ 18 ദിവസം വേണ്ടി വരും. ഓപ്ഷൻ ബി. ബിക്ക് ഒറ്റയ്ക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടി 18 ദിവസം വേണ്ടി വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്കും ബിക്കും സിക്കും കൂടി ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് 12 ദിവസം ആവശ്യമായിട്ട് വരും. എയും ബിയും സിയും ഒരുമിച്ച് ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും. അതേസമയം ബിയും സിയും മാത്രം ആ ജോലി 18 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് തന്നിട്ടുള്ള സമയം വെച്ച് നമ്മൾ LCM എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക്. അപ്പോൾ 12 × 18 LCM എന്ത് വരും? 18 ഇല്ല, പിന്നെ 36. 36 പോവും. 36 LCM വരിക. സോ 12 × 3 36, 18 × 2 36. അപ്പം എയും ബിയും സിയും കൂടിയിട്ടുള്ള എഫിഷ്യൻസി നമുക്ക് 3 കിട്ടി. അതിൽ ബിയും സിയും മാത്രമുള്ള എഫിഷ്യൻസി നമുക്ക് 2 കിട്ടി. സോ അപ്പം എൻ്റെ എഫിഷ്യൻസി എന്താണ്? 3 - 2 1 വരും അല്ലേ. അതാണ് എൻ്റെ എഫിഷ്യൻസി. കാരണം ഇവിടെ ബിൻ്റെ സിൻ്റെ എഫിഷ്യൻസി 2 ആണ്. എയും ബിയും സിയും കൂടിയിട്ടുള്ള എഫിഷ്യൻസി 3 ആണ്. സോ അപ്പോൾ എൻ്റെ എഫിഷ്യൻസി എന്താണ്? സ്വാഭാവികമായിട്ടും 3 - 2 1 ആണ്. അങ്ങനെയാണ് നമ്മൾ ചോദിച്ചുള്ളത്. എ ഒറ്റയ്ക്ക് ആ ഒരു ജോലി ചെയ്തെടുക്കുന്ന സമയമാണ്. സോ ടോട്ടൽ സമയം എങ്ങനെ എടുക്കണമെങ്കിൽ ടോട്ടൽ വർക്ക് എത്രയാണ് ഇവിടെ? ടോട്ടൽ വർക്ക് 36 ഡിവൈഡ് ബൈ എൻ്റെ എഫിഷ്യൻസി നമ്മളാണ് 1. അപ്പോൾ 36/1 36 ദിവസം വേണ്ടി വരും. എക്ക് 36 ദിവസം വേണം ആ ഒരു ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു 1-2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ലെക്ചറിൽ ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഇനി ഇതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടൈപ്സ് ഉണ്ട്. പല ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറച്ചും കൂടി ഡിഫിക്കൽട്ട് കൂടി വരും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ. എന്നാലും നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു സംഭവം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, LCM എടുക്കുന്നതും മറ്റ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ബാക്കി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും.